സർക്കാർ സ്ഥാപനങ്ങൾ ആരുടെയും കുത്തകയുമല്ല, പൊതുജനങ്ങൾ ആരുടെയും അടിമയുമല്ല. ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ചില ഏമാന്മാരുടെയും കൊച്ചമ്മമാരുടെയും ധാരണ ഇതവരുടെ കുടുംബസ്വത്താണെന്നും അവിടെ സർവീസിനായി വരുന്ന സാധാരണക്കാർക്ക് ഇവർ ചെയ്യുന്നതെല്ലാം അവരുടെ ഔദാര്യമാണെന്നുമാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനായിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോയാൽ ഇവരുടെയൊക്കെ പുച്ഛവും പരിഹാസവും ഒക്കെ കേൾക്കണം. പഞ്ചായത്ത് ഓഫീസ് മുതൽ സർക്കാർ ആശുപത്രി വരെയും ഇത് തന്നെയാണ് അവസ്ഥ. സർക്കാർ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ചുമതല നിർവഹിക്കുന്ന സമയത്ത് പൊതുജനങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നത് തീർച്ചയായും നിയമലംഘനമാണ്. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിൽ ഇത് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. പക്ഷെ ഈ നിയമമൊന്നും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് പല ഉദ്യോഗസ്ഥരുടെയും പെരുമാറ്റവും പ്രവൃത്തികളും. ഉമ്മൻചാണ്ടി സർക്കാരും പിണറായി സർക്കാരും മാറി മാറി ഭരിച്ചിട്ടും മിനിമം ഗവൺമെന്റ് പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ പോലും ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഡെമോക്രാറ്റിക് ഇന്ത്യയിൽ 2026 ഇത് തന്നെയാണ് സ്ഥിതി. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളോടാണ് ഇതിനൊരു അറുതി വരുത്തണം. സാധാരണക്കാരായ പൊതുജനങ്ങളെ അടിമയായി കാണുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ ലോബികളെ തകർത്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് സാധാരണക്കാരായ ജനങ്ങൾ അറ്റ്ലീസ്റ്റ് അടിയന്തര ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകുമ്പോഴെങ്കിലും മിനിമം അവർക്ക് അനീതി നേരിടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. പീഡിയാട്രിക് മുതൽ കാർഡിയാക്ക് വരെയും കണ്ണീരോടെ വരുന്ന രോഗികളോടും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോടുമൊക്കെയുള്ള സർക്കാർ ആശുപത്രിയിലെ അധികൃതരുടെ നികൃഷ്ടമായ പെരുമാറ്റ രീതി സത്യം പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ കഴിയാത്തതാണ്. സർക്കാരിന്റെ ഏത് സ്ഥാപനത്തിൽ പോയാലും സാധാരണക്കാരായ ജനങ്ങൾ നേരിടേണ്ടത് ഇതുപോലുള്ള ഷോ ഓഫുകൾ തന്നെയാണ്. സർക്കാർ ഓഫീസിലെ ആഫീസർമാരുടെ പട്ടി ഷോക്കിരയായ ഒരു കൂട്ടം ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം, ഞാനടക്കമുള്ള സാധാരണക്കാരന്റെ ടാക്സ് അടച്ചു വരുന്ന തുകയാണ് നിങ്ങൾ മാസാമാസം ശമ്പളമായി എണ്ണി വാങ്ങിക്കുന്നത്. അതൊരിക്കലും പൊതുജനത്തെ ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ടിക്കാനല്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി VD സതീശൻ അവർകളും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി K മുരളീധരൻ അവർകളും മറ്റ് വകുപ്പുതല മന്ത്രിമാരും ഇതിനെതിരെ ശക്തമായ നടപടിക്രമങ്ങൾ കൊണ്ടുവരണം. കാരണം സർക്കാർ സ്ഥാപനങ്ങൾ ആരുടെയും കുത്തകയുമല്ല, പൊതുജനങ്ങൾ ആരുടെയും അടിമയുമല്ല.